കാണാത്തവര് കണ്ടോളയും പിന്നെ ഒരിക്കലും കാണാൻ പറ്റില്ല. പിന്നെ കണ്ടില്ല കേട്ടില്ല പറയാൻ പാടില്ല. ഒരു 5 വർഷം മുമ്പ് എനിക്ക് പച്ചാ പച്ചൂസ് എന്ന് പറഞ്ഞൊരു ചാനലിലൂടെ യൂട്യൂബ് ചാനലിലൂടെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. സോ അന്ന് ഞാൻ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പോകുകയാണ്. ഫിഷ് ഹണ്ടിങ് ആണ്. അത് വെറൈറ്റീസ് മീനുണ്ട് അതിനകത്ത്. ചൊടിയൻ, കാക്കറാച്ചി, അങ്ങനെ ഒത്തിരി മീനുകളുണ്ട്. അത് പുഴയിലും കടലിലും ഇങ്ങനത്തെ ഒരു മീനെ കാണാനേ ഇല്ല. എൻ്റെ മുകുറും മോന്തയും മുകുറുകട്ടയും ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തിരിച്ചറിയില്ല. നിങ്ങൾക്ക് എന്നെ തിരിച്ചറിയാനുള്ള ഏക പോംവഴി എന്ന് പറയുന്നത് ഈ ഒരു ടീഷർട്ട്. ഞാൻ 5 വർഷം മുമ്പ് ആ സെയിം വീഡിയോയിൽ ഇട്ടിരിക്കുന്ന ഈ ടീഷർട്ടാണ്. ഈ ടീഷർട്ട് കണ്ടാൽ നിങ്ങൾക്ക് എന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ക്യാപ്പ് ഉണ്ട് കേട്ടോ. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ വില്ലേജ് ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ശ്രീകൃഷ്ണ ജയന്തി. എനിക്ക് ഈ വില്ലേജ് ട്രാവൽ ബ്ലോഗ് ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു 5 വർഷം മുമ്പ് എനിക്ക് പച്ചാ പച്ചൂസ് എന്ന് പറഞ്ഞൊരു ചാനലിലൂടെ യൂട്യൂബ് ചാനലിലൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ ഒത്തിരി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം എനിക്കൊരു 500 സബ്സ്ക്രൈബറും കിട്ടിയതായിരുന്നു. പക്ഷേ എനിക്കത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. സോ അന്ന് ഞാൻ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, പാടവരമ്പുണ്ടല്ലോ, ഒത്തിരി പാടങ്ങൾക്ക് നടുവിൽ ഒരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ പേര് കുറ്റാങ്കുഴി എന്നാണ് പറയുന്നത് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ആ ഒരു കുളത്തിൻ്റെ പേര് കുറ്റാങ്കുഴി എന്നാണ്. അത് എല്ലാ വർഷവും, അതായത് ഈ മഴക്കാലത്ത് എല്ലാ വർഷവും ഞങ്ങളുടെ കൂട്ടുകാരന്മാരെല്ലാവരും കൂടി ചേർന്ന് ആ വെള്ളം തേകിക്കളഞ്ഞ് അതിനകത്ത് മീൻ പിടിക്കും. സോ മീൻ ഹണ്ടിങ് ആണ്, ഫിഷ് ഹണ്ടിങ് ആണ്. അത് വെറൈറ്റീസ് മീനുണ്ട് അതിനകത്ത്. ചൊടിയൻ, കാക്കറാച്ചി, അങ്ങനെ ഒത്തിരി മീനുകളുണ്ട്. അത് പല ഭാഗങ്ങളിൽ പല പേരുകളിലായിരിക്കും അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇങ്ങനത്തെ മീനുകളൊന്നും ഇപ്പോൾ കാണാനേ കിട്ടില്ല. കാണുന്ന ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ പാടങ്ങളിലൊക്കെ തേകി മാത്രം കാണുള്ളൂ. അല്ലാതെ പുഴയിലും കടലിലും ഇങ്ങനത്തെ ഒരു മീനെ കാണാനേ ഇല്ല. സോ ആ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് മെയിനായിട്ട് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, എൻ്റെ മുകുറും മോന്തയും മുകുറുകട്ടയും ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തിരിച്ചറിയില്ല. നിങ്ങൾക്ക് എന്നെ തിരിച്ചറിയാനുള്ള ഏക പോംവഴി എന്ന് പറയുന്നത് ഈ ഒരു ടീഷർട്ട്. ഞാൻ 5 വർഷം മുമ്പ് ആ സെയിം വീഡിയോയിൽ ഇട്ടിരിക്കുന്ന ഈ ടീഷർട്ടാണ്. ഈ ടീഷർട്ട് കണ്ടാൽ നിങ്ങൾക്ക് എന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ക്യാപ്പ് ഉണ്ട് കേട്ടോ. ഈ ഒരു ക്യാപ്പ് ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. സോ ഈ ഒരു ക്യാപ്പ് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, മുകുറും മോന്തയും മുകുറുകട്ടയും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അത് ഞങ്ങൾ പാലക്കാട് പറഞ്ഞു വരുന്ന പൊതുവായിട്ടുള്ളൊരു ശൈലിയാണ് മുകുറും മോന്തയും മുകുറുകട്ടയും എന്നൊക്കെ പറയുന്നത്. അതെന്ന് വെച്ചാൽ ഈ മുഖത്തിന് പറയുന്ന ഒരു പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സോ അപ്പോൾ നല്ലൊരു വീഡിയോ ആണ്, നിങ്ങൾ കാണുക, ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്ത് കാണുക കേട്ടോ. അപ്പോൾ ആ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ പച്ചാ പച്ചൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ പല രീതിയിലുള്ള പല ടൈപ്പിലുള്ള മീൻപിടുത്തം കണ്ടിട്ടുണ്ടാവും. അതായത് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത്, വലയിട്ട് മീൻ പിടിക്കുന്നത്, അതുപോലെ തന്നെ കുത്തിപ്പിടിക്കുന്നത്, അങ്ങനെ പല രീതിയിലുള്ള മീൻപിടുത്തം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ കഴിഞ്ഞ വീഡിയോകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ മീൻ പിടിക്കുന്നതെന്ന് നോക്കാം. ഇതാണ് സംഭവം. കുളമല്ല, ചെറിയൊരു കുഴിയാണ്. അതിനകത്തുള്ള വെള്ളം നമ്മൾ വറ്റിക്കാൻ പോവുകയാണ്. വറ്റിക്കുന്നത് നേരിട്ട് കാണുക. പാടത്തിന് നടുക്കാണ്. ഞാൻ ഇങ്ങോട്ട് പഠിച്ച് അങ്ങനെ മീനാണ് നമ്മുടെ ഇന്നത്തെ വളർത്താൻ വിട്ടാണ്. ഒരു ബക്കറ്റ്
നമ്മുടെ പെട്ടക്കണ മീനുകൾ. ചൊടിയൻ അവരോട് കവറും. ചൊടിയൻ എന്നൊക്കെ പറയും. ഇതിന് പല പേരുകളുണ്ട്. കുറച്ച് വെള്ളമൊഴിച്ച് കഴുകാനുണ്ട് കുറെ. ഇന്നലെ അത് ചട്ടിക്കാരനാണ്. അതിന് കുറച്ച് ഇത് കൊണ്ട് വിടാ. കണ്ട ചട്ടിക്കാരൻ കണ്ടിട്ടുണ്ടോ? ചട്ടിക്കാടൻ ഒന്ന് കാണിച്ചടാ. ഇതിന്റെ പേരാണ് ചട്ടിക്കാടൻ. പല പേരുകളുണ്ട്. പെട്ടെന്ന മീനുകള് ആണ് ആറ്റുവാക. ഇത് അതും ചട്ടിക്കാരനാണ്. ചട്ടിക്കാടൻ കാണാത്തവര് കണ്ടോളയും പിന്നെ ഒരിക്കലും കാണാൻ പറ്റില്ല. അതെ. പിന്നെ കണ്ടില്ല കേട്ടില്ല പറയാൻ പാടില്ല. മീനൊന്നും ചത്തിട്ടില്ല, മരിച്ചിട്ടില്ല. മീനൊന്നും മരിച്ചിട്ടില്ല. അത് പെട്ടയ്ക്കണം. മരിച്ചിട്ടില്ല മീനൊന്നും. ഒരു 5-6 കിലോ മീൻ ഉണ്ടാവും വിചാരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. വേറെന്താ സ്ലാങ്ങാണ് പറയാ? ചെറുത് വാളയല്ലടാ ഗിരി, വാള വേറെയാണ്. മുള്ളാൻ പോട്ട എന്നൊക്കെ പറയും. കാക്കറാച്ചി എന്ന് പറയും. ടേസ്റ്റിലെ നമ്പർ 1. നമ്പർ 1 ടേസ്റ്റ് ആണ്. കഴുകാൻ വീട്ടിൽ കൊണ്ടുപോയി അടി ഉണ്ടാവും. പക്ഷെ വറുത്ത് കഴിഞ്ഞാൽ അല്ലേ നല്ല ടേസ്റ്റ് ആണ്. പെട്ടക്കണ മീൻ. ഒരു ബക്കറ്റ് മീൻ കിട്ടിയിട്ടുണ്ട്. ഏകദേശം 5-6 കിലോ ഉണ്ടാവും വിചാരിക്കുന്നു. ഒരു ബക്കറ്റ്. ഇനിയുണ്ട് ഇതില്. ബക്കറ്റിന്റെ അപ്പുറത്ത് മീനുണ്ട്. മീന് നമ്മൾ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട്. മീന് നന്നാക്കി 2-3 സ്റ്റൈലിലാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത്. ചാറ് വെക്കും, വറ്റിക്കും, വറുക്കും. അപ്പോൾ നമുക്ക് കഴിക്കുന്നത് കാണാം. ഇത് വറുക്കാൻ വെച്ച മീന്, ഇത് വറ്റിക്കാൻ വെച്ച മീന്. നമ്മുടെ മീൻ കറി. വറുത്ത മീൻ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചാറ് വെച്ചത് ടേസ്റ്റ് ചെയ്യുന്നില്ല, എന്തായാലും വറുത്ത് ടേസ്റ്റ് ചെയ്യാം. ഉപ്പും മുളകും വരും എല്ലാം കറക്റ്റായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഇനി വറുപ്പിച്ച് ഒന്നുകൂടി നോക്കാം. വറ്റിച്ച മീൻ വലുതും സൂപ്പറായിട്ടു. നാടൻ മീനായതുകൊണ്ട് നല്ല സ്റ്റൈലായിരുന്നു. അപ്പോൾ നിങ്ങളും ഇതേപോലെ നാടൻ മീൻ കിട്ടുകയാണെങ്കിൽ കറി വെച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കൊണ്ട് ബെല്ലൈക്കൺ കൂടി എന്നെ വിളിക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ.